ഹലോ ഹായ് നമസ്കാരം. ഏറ്റവും പുതിയൊരു കണ്ടന്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോമൺ ആയിട്ട് എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് എഡ്യൂവിങ്ങിൻ്റെ ഡയറക്ടറായിട്ടുള്ള സോനുഭായിയാണ്. സോനുഭായ് വെൽക്കം. സോനുഭായ്, നിങ്ങൾ ഓൾറെഡി 13 വർഷമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഈ ഒരു മേഖലയിൽ ഇന്നും ആളുകൾക്ക് കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമായിട്ട് നമുക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും റെഗുലർ എഡ്യൂക്കേഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, വാല്യുവേഷന് ഡിഫറൻസ് ഉണ്ടോ, സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, എനിക്ക് പഠിച്ച ജോലി കിട്ടും? ഇതാണ് ആദ്യത്തെ ആളുകളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും കാലത്ത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ, എഡ്യൂവിങ്ങിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമുക്ക് റെഗുലർ എഡ്യൂക്കേഷൻ്റെ സെയിം സർട്ടിഫിക്കേഷൻ തന്നെയാണ് കിട്ടുന്നത്. 2022 ഒരു പുതിയ നോട്ടിഫിക്കേഷൻ UGC ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിച്ചു കഴിഞ്ഞാലും ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് സെയിം തന്നെ, സെയിം ആണ്. ഒരു വ്യത്യാസമില്ല. നിങ്ങൾ ക്യാമ്പസിൽ പോയി എങ്ങനെയോ പഠിച്ചത് അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക. അതെ. പിന്നുള്ളത് ആളുകൾക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്, ഇന്ന് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഫീസ് നമ്മുടെ എങ്ങനെയാണ്? ആളുകൾക്ക് ആ ഒരു മേഖലയിൽ ഒരു പേടി ഉണ്ടാവാറുണ്ട്, ഇനി ഫീസ് കൂടി പോകുമോ, അതാവും. കാരണം റെഗുലറിനേക്കാൾ കുറവാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മിനിമം ഫീസ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഡിഗ്രി പ്രോഗ്രാംസ് സ്റ്റാർട്ടിംഗ് ഒക്കെ ഒരു 30-35,000 ഒക്കെ തൊട്ട് ഡിഗ്രി പ്രോഗ്രാംസും MBA ഒക്കെ വരുമ്പോൾ ഒരു 75 ഒക്കെ വരുന്നുണ്ട്. BBA പ്രോഗ്രാംസ് ഒക്കെ അറൗണ്ട് 50,000 അടുപ്പിച്ചൊക്കെ വരത്തുള്ളൂ. അതെ, അത് നമുക്ക് EMI ഫെസിലിറ്റീസ് യൂണിവേഴ്സിറ്റി തന്നെ തരുന്നുണ്ട്. ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് തന്നെ അവിടെ കുറച്ച് ബാങ്കുകളൊക്കെ ടൈപ്പ് ഉണ്ട്. മന്ത്ലി നമുക്ക് അടച്ചാൽ മതിയാവും. പിന്നെ ഉള്ളത്, ഇതിനകത്ത് ഈ ആളുകൾക്ക് ചിലപ്പോൾ മറ്റൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഏജ് ലിമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഏജ് ഇത്ര ആയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റത്തില്ല എന്ന് വല്ലതും ഉണ്ടോ? അതിൻ്റെ അകത്ത് എന്താണ് പറയാനുള്ളത്? ഇതിന് എത്ര പ്രായമുള്ളവർക്കും ഇത് പഠിക്കാമോ? എഡ്യൂക്കേഷൻ ഒന്നും ഒരിക്കലും ഏജ് ലിമിറ്റ് ഇല്ല. റീസെൻ്റ്ലി നമ്മുടെ സിനിമാ നടൻ ഇന്ദ്രൻസ് തന്നെ 10th എക്സാം എഴുതി പാസ്സായിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഒന്നും നമുക്ക് അങ്ങനത്തെ ടൈം ലിമിറ്റോ കാര്യങ്ങളോ എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഓക്കെ. അപ്പോൾ ഓൺലൈനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പലരും ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് മക്കളായി പോയത് കൊണ്ട് മാത്രം പഠിക്കാൻ പറ്റാതിരിക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പഠിക്കാം. ഉറപ്പായിട്ടും പിന്നെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ അൾട്ടിമേറ്റ് മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് കഴിഞ്ഞ 13 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു ബിസിനസ്സായിട്ടല്ല കാണുന്നത്. ഇത് മറ്റൊരാൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആവണം. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ഇവർ കണ്ടതാണ് എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്ക് യൂണിവേഴ്സിറ്റി എവിടേക്കാണ് ഫ്രോഡ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പ്രോപ്പറായിട്ട് സെറ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ടൈപ്പ് ഓഫ് ഹെൽപ്പും ഇവർ നിങ്ങൾക്ക് ചെയ്തു തരും. പിന്നെ മറ്റൊരു സാധനമാണ് സോനുഭായ്, ഇനിയിപ്പോൾ ഇതിനകത്ത് ആളുകൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ ഗൾഫിലുള്ളവർ ആണിത് കാണുന്നതെങ്കിൽ ഫ്ലെക്സിബിൾ ടൈം കിട്ടുമോ പഠിക്കാൻ? പിന്നെ പഠിച്ചാൽ സിലബസ് ഓക്കെ ആണോ, എനിക്ക് കവർ അപ്പ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ആയിരിക്കും ആളുകളുടെ ഒരു തോട്ട് പ്രോസസ്സ്. കാരണം എനിക്കിപ്പോൾ ജോലിയുണ്ട്, എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റുമോ, അസൈൻമെൻ്റ് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുണ്ട്. ആ ഒരു ഭാഗത്തോടൊന്ന് കുറച്ച് അവർക്ക് ക്ലാരിറ്റി കൊടുക്കാമെങ്കിൽ വലിയ കാര്യമായിരിക്കും. ക്ലാസ് വരുന്നത് ഈവനിങ് ആയിരിക്കും നോർമലി. എല്ലാ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസമായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഒരു ഈവനിങ് നമ്മുടെ ഇന്ത്യൻ ടൈം 7 o'clockനൊക്കെയാണ് ഒരു 3 മണിക്കൂറത്തെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. പറ്റുന്ന ആൾക്കാർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇല്ലെങ്കിൽ റെക്കോർഡ് സെഷൻ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷനിൽ കാണാം. അതാ നോക്കി പഠിച്ചാൽ മതിയാവും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 24/7 നമുക്ക് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ടീമുണ്ട്. ഓക്കെ. അവർക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിനകത്ത് തന്നെ അവരതിനുള്ള ആൻസർ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് എവിടെ ഇരിക്കുന്നവർക്കും വേണമെങ്കിലും വിളിക്കാം അല്ലേ? പിന്നെ നിങ്ങളൊരു +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റൊരു MBA പഠിക്കാനായിക്കോട്ടെ, ഇനി +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ജോലിയായി, നിങ്ങൾക്ക് അത് കഴിഞ്ഞ് പഠിക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് ഏജ് എത്രയും ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? എഡ്യൂവിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പ്രോപ്പറായിട്ട് ഇവർ ഗൈഡ് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു സ്വപ്നത്തിലേക്ക് അവർ നിങ്ങളെ നടത്തിയെത്തിക്കും. സോനുഭായ്, ഈ വരുന്ന ആളുകൾക്ക് ഇതിനകത്ത് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ സെഷൻ പോയ സമയത്തും നമ്മൾ സ്ത്രീകൾക്ക് ഒരു ഓഫർ കൊടുത്തായിരുന്നു. ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കാനുണ്ടോ? ലേഡീസിന് നമുക്കൊരു 5 to 10% വരെ നമുക്ക് യൂണിവേഴ്സിറ്റികൾ തന്നെ അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും വലിയൊരു കാര്യം, കഴിഞ്ഞ 13 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ
ഇവിടെ നടക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് സ്കാംസിനെ പറ്റിയും ഇവർ അവെയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പോയി പെടത്തില്ല. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് പഠിച്ച് വീട്ടിൽ തന്നെ ഓൺലൈൻ തന്നെ എക്സാം. അറൗണ്ട് 12 യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് അഫിലിയേറ്റഡ് ആണ് ഞങ്ങൾ. ഓക്കെ, ഡയറക്റ്റ് അഫിലിയേറ്റഡ് ആണ്. അതെ. നിങ്ങൾക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി വിളിക്കാം, യൂണിവേഴ്സിറ്റി മെയിൽ അയക്കാം. എജുവിങ് നിങ്ങളുടെ ഓതറൈസ്ഡ് സ്റ്റഡി സെന്റർ ആണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് ചില യൂണിവേഴ്സിറ്റി MOUs ഞങ്ങൾ സൈൻ ചെയ്തത് ദുബായ്, ഡൽഹി, അങ്ങനെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. അതൊക്കെ ഞങ്ങളുടെ വെബ്സൈറ്റിലെ കാര്യങ്ങൾ, അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളുണ്ട്. പല ആൾക്കാർക്ക് അഫിലിയേഷൻ ഉണ്ടാവത്തില്ല. അഫിലിയേഷൻ ഇല്ലാത്ത ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതായത് പല സ്ഥലങ്ങളിലും കാശ് കൊടുത്ത് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവാം, പിന്നെ സമയത്തിന് എക്സാം നടക്കുന്നുണ്ടാവത്തില്ല. നമുക്കങ്ങനെ നമുക്ക് ഇത്രയും യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയതുകൊണ്ട് വൺസ് നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ കേസ് എജുവിങ് ഇല്ലെങ്കിൽ പോലും അവർക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ, ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ 13, 12 അല്ലെ 15 ഈ ആളുകളോട് ടൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ട്. അല്ലേ? ഏത് യൂണിവേഴ്സിറ്റി വേണമെന്ന് അവർക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഒരെണ്ണമല്ല. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഡയറക്റ്റ് MOUസും അതുപോലെ തന്നെ ഡയറക്റ്റ് അഫിലിയേറ്റഡ് പാർട്ണർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഹെൽപ്പും യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടും. ഇപ്പം പുള്ളി പറഞ്ഞതുപോലെ നാളെ നിങ്ങൾ നേരിട്ട് പോയി ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എല്ലാ ഹെൽപ്പും അവിടെ കിട്ടും. കാരണം ഓൾറെഡി അഫിലിയേറ്റഡ് ആയ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഒരു ഇഷ്യൂസും വരാനില്ല.